അഗ്നി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മള് ഇന്ന് ക്യാപ്സ്യൂളിന്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സോ കുറെ പേര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ടെലഗ്രാമിൽ നിങ്ങൾ ഇതിന്റെ നോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. സോ നമ്മള് ഇന്ന് 4ാമത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു എന്നൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപ്സ്യൂൾ 1-നകത്ത് കേരളത്തിന്റെ ദേശീയോദ്യാനങ്ങൾ കോഡൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്യാപ്സ്യൂൾ 2-ല് നമ്മൾ ദേശീയ ഗാനത്തെ പറ്റി പഠിച്ചു. ആൻഡ് ക്യാപ്സ്യൂൾ 3-ല് നമ്മൾ പെരിയാർ നദിയെ പറ്റിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ചിത്രങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ അത് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കുക. അവിടെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. സോ അതിനകത്ത് അതിന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? എനി ഗസ്, എന്തെങ്കിലും ടോപ്പിക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉടനെ ക്യാപ്സ്യൂൾ ആയിട്ട് എടുത്ത് തരണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. താഴെ ഏത് ടോപ്പിക്കാന്ന് വെച്ചാൽ, അടുത്ത എടുക്കേണ്ടത് ഏത് ടോപ്പിക്കാന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റിൽ നിന്നും ഏതെങ്കിലും ഒരു കമന്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഈ ഒരു ക്യാപ്സ്യൂൾ സെഷനിലേക്ക് ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പഠിക്കാനുണ്ട്. സോ നമുക്കൊന്ന് പഠിച്ചാലോ? കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക, എന്റെ കൂടെ പഠിച്ചു വരിക. ശേഷം ഈ ഒരു നോട്ടൊക്കെ, ലെക്ചർ നോട്ടൊക്കെ എഴുതിയെടുക്കുക. ദെൻ അത് റിവൈസ് ചെയ്തിട്ട് പോയി അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പഠിച്ചാലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഷോർട്ടാക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളെ എത്രത്തോളം കമന്റ് ചെയ്യുന്നുണ്ടോ അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ നിങ്ങൾ പറയുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നത്. സോ കമന്റ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കമന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തെടുക്കുകയാണ് അല്ലെ? ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പോവാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരെന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് അല്ലെ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കി എന്തെന്ന് വിളിക്കാം? ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ഇതിനെ ഷോർട്ട് ആക്കി വിളിക്കുന്ന പേരാണ് NHRC. ഓക്കെ, NHRC. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ NHRC ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യൻ പേപ്പറിൽ NHRC ആണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ തോന്നരുത്. ഇതെന്താ സംഭവം എന്ന് ആലോചിക്കരുത്. എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഷോർട്ട് ആക്കി വിളിക്കുന്ന പേരാണ് NHRC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സെറ്റിംഗ്സിനകത്ത് പ്ലേബാക്ക് സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിലൊക്കെ കേട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആ സെറ്റിംഗ്സിലെ പ്ലേബാക്ക് സ്പീഡ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കേട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഒരു സ്ഥാപനം? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ അതോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. NHRC എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ അതോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്നൊന്ന് കമന്റ് ചെയ്തേ. ഭരണഘടനാ സ്ഥാപനമാണോ നിയമപരമായ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? എന്താണ് ആൻസർ? എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. സോ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനമാണെങ്കിലാണ് നമ്മൾ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത് അല്ലെ? ഒരു നിയമപ്രകാരം സ്ഥാപിച്ചത്. സോ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്?
ഒരു നിയമപ്രകാരം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് വിളിക്കുന്നു. അപ്പോ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഭരണഘടനാ സ്ഥാപനമാണോ, നിയമപരമായ സ്ഥാപനമാണോ, ഇത് രണ്ടുമല്ലയോ, അതോ ഇതൊന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോ തെറ്റിപ്പോകരുത്. വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു നിയമം കൊണ്ടുവന്നത് വഴി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഏതോ ഒരു നിയമപ്രകാരം സ്ഥാപിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഏത് നിയമപ്രകാരമാണെന്ന് അറിയാമോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. നിയമത്തിന്റെ പേര് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നിയമം എന്നല്ല കേട്ടോ. PSC കഴിഞ്ഞ തവണ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1993, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അങ്ങനെയൊക്കെ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആ നിയമത്തിന്റെ പേര് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. കമ്മീഷൻ എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല കേട്ടോ. സംരക്ഷണ നിയമമാണ്. സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നാണ് പറയുന്നത്. സോ അത് നിങ്ങളെ മനസ്സിൽ തെളിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകട്ടെ. ആ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വർഷം ഒന്ന് പറഞ്ഞേ. 1993 കേട്ടോ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണോ ജനിച്ചതിന് ശേഷമാണോ എന്നൊന്നും ആലോചിച്ച് വെച്ചേരെ കേട്ടോ. പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. 1993 എന്ത് സ്ഥാപിക്കുന്നത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം മീൻസ് നിയമം പാസ്സാക്കുന്നത്. സ്ഥാപിക്കുന്നതല്ല, പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഈ ഒരു നിയമം യഥാർത്ഥത്തില് ഒരു ഓർഡിനൻസ് ആയിട്ടാണ് വരുന്നത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് ഇപ്പം നമുക്കറിയാം, ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ അത് ലോക്സഭ കൂടണം, രാജ്യസഭ കൂടണം, അല്ലെ? അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപകമായിട്ട് ഒരു നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ലോക്സഭ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. ലോക്സഭയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിലായിരിക്കും ലോക്സഭയും രാജ്യസഭയൊക്കെ എന്ത് ചെയ്യുന്നത്? സമ്മേളിക്കുന്നത്, അല്ലെ? അപ്പോ ഈ സമ്മേളിക്കാത്ത ഇടവേളകളുണ്ടല്ലോ, ഒരു ബ്രേക്ക് ടൈമുകളുണ്ടല്ലോ, ഈ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ, ഓക്കെ, ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കാത്ത സമയത്ത് എന്തെങ്കിലും അർജന്റ് ആയിട്ട് നടപ്പിലാക്കണമെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാധാരണ ഒരു നിയമം വരണമെങ്കിൽ അത് ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം. പക്ഷേ ആ സമ്മേളിക്കാത്ത സമയത്താണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം അവരെ വിളിച്ച് സമ്മേളിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനു വേണ്ടിയിട്ട് ആ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും അർജന്റ് ആയിട്ട് എമർജൻസി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് തന്റെ ഓർഡിനൻസ് അധികാരം പ്രയോഗിക്കും, ഓർഡിനൻസ് പുറപ്പെടുവിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കമ്മീഷൻ ഇവിടെ സ്ഥാപിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഇത് നിയമമായിട്ടല്ലായിരുന്നു വന്നിരുന്നത്. തുടക്കം, ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1993 സെപ്റ്റംബർ മാസം 28 എന്ത് ചെയ്യുകയാണ്? നമ്മുടെ രാഷ്ട്രപതി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ് കേട്ടോ. ഈ നിയമം വന്നിട്ടില്ല അപ്പോൾ കേട്ടോ. ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് പ്രകാരം എന്ത് ചെയ്യുകയാണ്? 1993 ഒക്ടോബർ 12 ആയപ്പോഴത്തേക്കും കമ്മീഷൻ സ്ഥാപിച്ചു. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണേ. 1993 സെപ്റ്റംബർ 28 രാഷ്ട്രപതി എന്ത് ചെയ്തു? ഒരു ഓർഡിനൻസ് ഇറക്കി. ഓർഡിനൻസിൽ എന്താ പറയുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണം, മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി ഓർഡിനൻസ് ഇറക്കിയത്. ആ ഓർഡിനൻസ് പ്രകാരം എന്ത് ചെയ്യുകയാണ്? ഒക്ടോബർ 12, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എന്ത് സ്ഥാപിച്ചു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ചു. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് എന്ത് കൂടുന്നത്? നമ്മുടെ ലോക്സഭയും രാജ്യസഭയും, അതായത് പാർലമെന്റ് സമ്മേളിക്കുന്നത്. ഡിസംബർ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് പാർലമെന്റ് സമ്മേളിച്ചത്. അതിനുശേഷം
ഈ ഒരു ഓർഡിനൻസിന് ഒരു കാലാവധി ഉണ്ട്. ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 6 മാസമാണ് ഓർഡിനൻസിന്റെ കാലാവധി. ഈ ഓർഡിനൻസ് സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം ഫുൾ ടൈം അങ്ങ് നിൽക്കത്തില്ല. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അത് ലോക്സഭ രാജ്യസഭ കൂടുമ്പോൾ ആ ഓർഡിനൻസ് അവിടെ ബില്ല് അവതരിപ്പിക്കണം, അത് പാസ്സാക്കണം. ലോക്സഭ രാജ്യസഭ പാസ്സാക്കണം, എങ്കിൽ മാത്രമേ അവിടെ നിയമം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിസംബർ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഓൾറെഡി അതിന് നേരത്തെ തന്നെ കമ്മീഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ലോക്സഭ രാജ്യസഭ അത് പാസ്സാക്കി 1994 ഒക്കെ ആയപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഒക്കെ ഒപ്പുവെച്ച് അത് നിലവിൽ വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് സ്ഥാപിച്ചു കഴിഞ്ഞു? കമ്മീഷനൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. സോ അതിനൊരു നിയമ പ്രാബല്യം കൊടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതി എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ഒരു ബില്ല് തയ്യാറാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ആ ഒരു നിയമം നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് ഈ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച ഡേറ്റ് ആയിട്ട് എടുത്തു. അതായത് ആ നിയമത്തിന്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് കാണേണ്ടത് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ച ഡേറ്റ് ആയ 1993 സെപ്റ്റംബർ 28 ആണ് എന്ന് അതിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് പഠിക്കുന്നതും ഈ ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച ഡേറ്റ് ആയിട്ട് പഠിക്കുന്നതും ഈ ഡേറ്റ് ആണ്. മനസ്സിലായോ? അപ്പോ എന്തുകൊണ്ടാണ് ഇത് രണ്ടും സെയിം ഡേറ്റ് വന്നതെന്ന് മനസ്സിലായോ? ഇനി അതിനകത്ത് ഒരു സംശയം ഇല്ലല്ലോ. ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് 1993 സെപ്റ്റംബർ 28-നാണ്. നിയമം പ്രാബല്യത്തിൽ വന്നതും 1993 സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങൾ നടന്ന കാര്യം മനസ്സിലായല്ലോ. അത് മനസ്സിൽ വെച്ചേരെ ആവശ്യം വരും. ഓക്കെ, ഇനി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ, അതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, ഞാൻ അതിനെ ഇനി ഷോർട്ടാക്കി NHRC എന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ NHRCയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വിശേഷണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ്. എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശം. എടാ ശ്രദ്ധിച്ചു നോക്കിക്കോണേ, മനുഷ്യാവകാശമാണേ, മൗലികാവകാശം അല്ല കേട്ടോ. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? ഉത്തരം NHRC ആണ്. മനസ്സിലായോ? ഉത്തരം എന്താണ്? NHRC ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ് NHRC. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. കിട്ടിയോ? കമന്റ് ചെയ്തോ? ആരാണ്? അത് സുപ്രീം കോടതിയാണ് അല്ലെ. അപ്പോ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ NHRC ആണ്. ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ ഒറ്റ തവണ വായിച്ചിട്ട് പോയി ആൻസർ ചെയ്യരുത്. വീണ്ടും ഒന്നും കൂടെ വായിക്കുക. അത് മനുഷ്യാവകാശമാണോ മൗലികാവകാശമാണോ എന്നൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പോയി ആൻസർ ചെയ്യാവുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? കാരണം ഒരുപാട് പേർക്ക് കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണ്. അവർ ഓടിപ്പോയി മനുഷ്യാവകാശം ഒന്ന് വായിച്ചിട്ട് മൗലികാവകാശത്തിന്റെ സുപ്രീം കോടതിയാണെന്ന് പോയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പം അവിടെ വായിക്കുന്നതിൽ നമുക്ക് പെട്ടെന്നുള്ള സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ നമ്മൾ അറിയാതെ മിസ്റ്റേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് രൂപീകരിക്കുന്നത്. ഓർഡിനൻസ് നിലവിൽ വന്നതും അത് പ്രാബല്യത്തിൽ വന്ന നിയമം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് NHRC ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ചിലപ്പം ഓപ്ഷൻസിനകത്ത് സെക്ഷൻ എന്ന വാക്കിന് പകരം ഇപ്പൊ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വിഭാഗം എന്നുള്ള ഒരു ടേം ആണ് കേട്ടോ.
വിഭാഗം 3. ഓക്കെ, അപ്പൊ സെക്ഷൻ 3 അല്ല, വിഭാഗം 3 കണ്ടാലും രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ നിയമം ഉണ്ടല്ലോ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷനിലാണ്, ഏത് വിഭാഗത്തിലാണ്, ഏത് സെക്ഷനിലാണ് ഈ NHRCയുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത്, ഫോർമേഷനെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയേണ്ടത്? സെക്ഷൻ 3ലാണ്. എന്താണ്? സെക്ഷൻ 3ലാണ്. മറക്കത്തില്ലല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. കാരണം അത്രത്തോളം എക്സാമിനും എല്ലാ എക്സാംസിനും ഇത് ഒരു കോമൺ ടോപ്പിക് ആണ്. എല്ലാം ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, എല്ലാത്തിലും കോമൺ ആണ്. സോ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം PSCയുടെ ഒരു തവണയെങ്കിലും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഇവിടെയുള്ള ആൾക്കാരെ പഠിക്കാനായിട്ടാണ്. ഓക്കെ, പഠിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വരും, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാം. ഇവിടെ എന്താണ് NHRCയില് എന്താണ് സ്ഥിര അംഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട്. സോ അംഗങ്ങളുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 2 നമ്പർ ഓർത്ത് വെച്ചിരിക്കുക, 6, 7. എന്റെ നേരത്തെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ അങ്ങ് പതിഞ്ഞിരിക്കുകയായിരിക്കും. എങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. 6, 7 എന്നുള്ള നമ്പർ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ സ്ഥിര അംഗങ്ങളുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് NHRCയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 1+5 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. 5 ആണേ. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർപേഴ്സൺ ആണ്, 5 സ്ഥിര അംഗങ്ങൾ. ഇതാണ് ഇവിടുത്തെ കോമ്പോസിഷൻ. ഇനി 7 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കൗണ്ട് ആണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6, 7 എന്നുള്ള ആ 2 നമ്പേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാകണം. NHRC 6, 7. ആദ്യത്തെ ടീംസിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ 6 ആണ്, അതായത് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും സ്ഥിരാംഗങ്ങളാണ്. ദെൻ 7 എന്നുള്ള നമ്പർ എന്താണ്? അത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കേസാണ്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വാളിഫിക്കേഷൻ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി തെറ്റിക്കുന്നത് അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അതിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ നമ്മൾ തെറ്റിക്കത്തില്ല. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾ പോലും അത് തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്ന് പഠിച്ചാലോ? ദാ നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞു ചെയർപേഴ്സൺ ഉണ്ട്, 5 സ്ഥിരാംഗങ്ങളുണ്ട്. സോ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? ചെയർപേഴ്സണെ പഠിക്കാം. ഇതാണ് നമ്മുടെ ചെയർപേഴ്സൺ. ഓക്കെ, അപ്പൊ ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് NHRC എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കേട്ടോ. ഈ ചെയർപേഴ്സൺ ആരാന്നറിയാമോ? സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്. ആരാകാം എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ ആരൊക്കെ ഉണ്ടാകും? ഒന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ആരുണ്ടാകും? ജഡ്ജിമാരുണ്ടാകും. ഓക്കെ, അതാണ് ഇത്രയും 2 കാറ്റഗറി അറിയാലോ, ചീഫ് ജസ്റ്റിസും ഉണ്ട്, ജഡ്ജിമാരും ഉണ്ട്. അപ്പൊ ഇവിടെ ചെയർപേഴ്സൺ ആരാകാം എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ആരാകാം? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി ആകാം. ഓക്കെ, ഒന്നും കൂടെ, സുപ്രീം കോടതിയിൽ ഇവിടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്. ഏത് പൊസിഷനിലുള്ള ഒരാളാണ്? ഒന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടിരുന്ന ഒരാള്. ഇനി അടുത്തൊരു ഡൗട്ട് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത്, നിലവിലിരിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിലവിലുള്ളവർക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മുൻ എന്നുള്ള ഒരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർക്കുക. അതായത് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയോ, മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടോ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാൾക്ക് മാത്രമേ NHRCയുടെ ചെയർപേഴ്സൺ ആകാൻ സാധിക്കുകയുള്ളൂ. പിടികിട്ടിയോ? ഓക്കെ ആണോ? അതായത് നിലവിലുള്ള ചീഫ് ജസ്റ്റിസിനോ നിലവിലുള്ള ജഡ്ജിമാർക്കോ ഇവിടെ NHRCയുടെ ചെയർപേഴ്സൺ ആകാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് പറ്റുന്നത്? ആ സ്ഥാനത്ത് നേരത്തെ ഇരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആ സ്ഥാനത്ത് നേരത്തെ ഇരുന്നിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇവിടെ ആരാകാൻ സാധിക്കുന്നത്? അവിടെ നമ്മുടെ ചെയർപേഴ്സൺ ആകാൻ സാധിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഈ മുൻ എന്നുള്ള വാക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്നുള്ള രീതിയിൽ ചോദിക്കാം. മുമ്പായിരുന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് അമെന്റ്മെന്റിലൂടെയാണ് 2019 അമെന്റ്മെന്റിലൂടെയാണ് ജഡ്ജിയെയും എന്ത് ചെയ്യുന്നത്? ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആയിരിക്കുന്ന ഒരു വ്യക്തിയല്ല, ആയിരുന്ന. ഓക്കെ, മുൻപ് ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് അംഗങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. നോക്കൂ, അംഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ശ്രദ്ധിച്ചിരിക്കുക. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരു അംഗം, ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗം,
മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 3 പേര്. ഇതാണ് അവിടുത്തെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാളെ മായ്ച്ചിട്ട് നമുക്ക് പുതിയ ആൾക്കാരെ പറ്റി പഠിക്കാം. അപ്പോ നമ്മൾ നോക്കുന്നത് ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം, 5 പേരുണ്ട്. ഓക്കെ, മറ്റേ ആളെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 5 പേരെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ വ്യക്തി, മെയിൻ ആയിട്ടുള്ള 2 പേരെ നമുക്ക് നോക്കാം. ഇതില് ഒരാളെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്, ഒരാളെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരാളാണ്. ഓക്കെ, ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നിലവിൽ ഈ സ്ഥാനത്തിരിക്കുന്നവർക്കും ഈ സ്ഥാനത്തിലേക്ക് വരാം. അതായത് നിലവിൽ നമ്മൾ പറയാൻ പോകുന്ന പോസ്റ്റുകളുണ്ട്, ആ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കും ഏത് സ്ഥാനത്തേക്ക് വരാം, NHRCയുടെ അംഗം എന്നുള്ള റോളിലേക്ക് വരാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ചിരിക്കുക, സുപ്രീം കോടതിയിലെ നമ്മൾ ചീഫ് ജസ്റ്റിസിനെ ഇനി എടുക്കരുത്. ചീഫ് ജസ്റ്റിസിന് ആരാകാനേ പറ്റുള്ളൂ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ചെയർപേഴ്സൺ ആകാനേ സാധിക്കുള്ളൂ. അത് എന്താവാൻ പറ്റില്ല, മീൻസ് അംഗങ്ങളാകാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ജഡ്ജിക്ക്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജ്, അത് ഓർത്തിരിക്കുക, നിലവിലെ സുപ്രീം കോടതി ജഡ്ജ് ആകാം, അല്ലെങ്കിൽ മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തി ആകാം. അപ്പൊ നിലവിലെ ആകാം, അതുപോലെ തന്നെ മുൻപ് ആ ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാകാം. ഒരാളെ കിട്ടിയല്ലോ, മനസ്സിലായോ? മറ്റേ ആള് നിലവിലിരിക്കുന്ന ആളാവാൻ പാടില്ല, ചെയർപേഴ്സൺ നിലവിലുള്ള ആളാവാൻ പാടില്ല. പക്ഷെ അവിടെ 2 പോസ്റ്റുകൾ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി, സ്ഥാനത്തിരുന്ന ഒരാളായിരിക്കണം. ഇനി അംഗങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വ്യക്തി നമ്മൾ പഠിച്ചു, ഒരാൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്, ചീഫ് ജസ്റ്റിസ് വരത്തില്ല, പകരം ജഡ്ജിയാണ് വരുന്നത്. ജഡ്ജി എന്ന് പറയുമ്പോൾ നിലവിലുള്ള ജഡ്ജി ആകാം, അല്ലെങ്കിൽ മുൻപ് ആ സ്ഥാനത്തിരുന്ന ജഡ്ജി ആകാം. അതാണ് ഒരാളുടെ ക്വാളിഫിക്കേഷൻ. ഇനി ഹൈക്കോടതിയിലേക്ക് വരാം. ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ ഏറ്റവും ടോപ്പിലുള്ള ആൾ ആരാണ്, ചീഫ് ജസ്റ്റിസ് ആണ്, അല്ലെ? ചീഫ് ജസ്റ്റിസ്. ഇവിടെ NHRC ആയതുകൊണ്ട് തന്നെ ജഡ്ജിമാർക്ക് വലിയ റോളൊന്നും ഇല്ല കേട്ടോ, ചീഫ് ജസ്റ്റിസിനെ റോൾ ഉള്ളൂ. സോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, നിലവിലിരിക്കുന്നതോ അല്ലെങ്കിൽ മുൻപ് ആ സ്ഥാനത്തിരുന്നതോ ആയിട്ടുള്ള വ്യക്തിയാണ്. ഹി ഈസ് ഓർ ഹാസ് ബീൻ എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിലവിലിരിക്കുന്നതോ അല്ലെങ്കിൽ മുൻപ് ഇരുന്നതോ ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്, ചീഫ് ജഡ്ജി എന്ന് പറഞ്ഞാല് ചീഫ് ജസ്റ്റിസിനെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് എന്താകാം, ആ ഒരു അംഗമാകാൻ സാധിക്കുന്നു. മനസ്സിലായോ? ഒന്നും കൂടെ, മെയിൻ ആയിട്ടുള്ള ആൾ ആരായിരുന്നു, അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു, നിലവിലിരിക്കുന്നവർക്ക് പറ്റത്തില്ല. ഇനി 5 അംഗങ്ങളുണ്ട്, ആ 5 അംഗങ്ങളിൽ ഒരാള് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്, മറ്റേ ആള് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരാളാണ്, ബാക്കി 3 പേര് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആളാണ്. ഇനി ഓരോരുത്തരെ എടുത്ത് നോക്കാം. സുപ്രീം കോടതിയിൽ ഇവർക്കൊക്കെ ഈ 2 പേർക്കും നിലവിലിരിക്കുന്നതും നേരത്തെ ഇരുന്നതുമായിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഓക്കെ ആണ്. അപ്പൊ ഇയാളെന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇയാളെന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയിട്ടുള്ള, നേരത്തെ ആയിരുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അതാണ് അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ. ഇനി ബാക്കി 3 അംഗങ്ങളെയും കൂടി നോക്കാം. ബാക്കി 3 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ 3 പേരിൽ ഒരാള് ആരായിരിക്കണം, വനിതയായിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാം ഓക്കെ ആണോ? ആ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ, കാരണം ഒരുപാട് പേര് കൊണ്ടുപോയി തെറ്റിക്കും. ഓക്കെ, ഉറപ്പായിട്ടും തെറ്റിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക, എഴുതിയെടുത്ത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് ഇനി വീണ്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കണ്ടല്ലോ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് പുറകോട്ട് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മളിപ്പം 6 പേരെ പറ്റി പഠിച്ചു അല്ലെ, 5 അംഗങ്ങളെ പറ്റിയിട്ടും ഒരു ചെയർപേഴ്സൺ ആരാണെന്നും പഠിച്ചു. ഇനി അടുത്തതാണ് ഒരു എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ. എന്താണ് ഈ എക്സ് ഓഫീഷ്യോ എന്ന് പറഞ്ഞാല്? അതായത് മറ്റൊരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ അംഗമായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ രാജ്യസഭയുടെ അധ്യക്ഷനെ നമ്മൾ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? ആ വ്യക്തി എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. അതായത് ആളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനായിട്ടാണ്? ഉപരാഷ്ട്രപതി ആയിട്ടാണ്. സോ ഉപരാഷ്ട്രപതി ആയതുകൊണ്ടാണ് ആൾക്ക് ആരാകാൻ പറ്റിയത്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആകാൻ പറ്റിയത്. അതേപോലെ തന്നെയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ഈ കമ്മീഷന് ചെയർപേഴ്സൺ ആയിട്ടാണ്. സോ ആ ചെയർപേഴ്സൺ സ്ഥാനത്ത് വന്നതുകൊണ്ട് NHRCയിലെ അംഗമാകാൻ സാധിച്ചു. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ സ്ഥാനത്ത് പുതിയൊരാൾ വന്നാൽ അയാളായിരിക്കും ഇവിടുത്തെ അംഗമായിട്ട് വരിക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്?
അപ്പൊ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള കുറെ കമ്മീഷനിലെ ചെയർപേഴ്സൺമാരാണ്. അതായത് 7 കമ്മീഷനിലെ ചെയർപേഴ്സൺമാരാണ് ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ, 7 ദേശീയ തലത്തിലുള്ള കമ്മീഷനിലെ ചെയർപേഴ്സൺമാരാണ് ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതാ ശ്രദ്ധിച്ചിരിക്കാം, ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കേസിൽ ഏതൊക്കെ കമ്മീഷൻ ആണെന്ന് നോക്കിക്കേ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. അവിടെ നമ്മൾ അധ്യക്ഷനെ ചെയർപേഴ്സൺ എന്നല്ല വിളിക്കുന്നത്, പകരം ചീഫ് കമ്മീഷണർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഇല്ലാത്ത പല കമ്മീഷനുകളും എടുത്ത് നിങ്ങളോട് ഇട്ട് ചോദിക്കും, ഈ കമ്മീഷൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ NHRCയുടെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏതെന്ന്. സോ നമ്മൾ എങ്ങനെയാ പഠിച്ചു വെച്ചിരിക്കുന്നത്? SC/ST. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് തന്നെ ബോറടിയായി. നിങ്ങൾ കേട്ട് ബോറടിച്ചവരുണ്ടാകും, എങ്കിലും വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. SC/ST, OBC മൈനോറിറ്റി, then വനിതാ ശിശു ഡിസബിലിറ്റി. ഓക്കെ, ഡിസബിലിറ്റി. ഓക്കെ, അപ്പോ ആ 7 കമ്മീഷൻസ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ പഠിച്ചാൽ മതി. SC/ST, OBC മൈനോറിറ്റി, വനിതാ ശിശു ഡിസബിലിറ്റി. SC/ST, OBC മൈനോറിറ്റി, വനിതാ ശിശു ഡിസബിലിറ്റി. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ചെയർപേഴ്സൺമാരാണ് ഇവിടെ ഉണ്ടാവുക നമ്മുടെ NHRCയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ സ്ഥാനത്തേക്ക്, മീൻസ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട്, ചെയർമാൻ അല്ല, എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടാവുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് കടക്കുകയാണ്. ഇവിടെയുള്ള NHRCയിൽ നമ്മൾ ആ 6 പേരുടെ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ? 6 പേരെ നിയമിക്കുന്നത് ആരെന്ന് അറിയാമോ? അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത്. നിയമിക്കുമ്പോൾ രാഷ്ട്രപതി സ്വന്തം താല്പര്യപ്രകാരം ഓരോരുത്തരെ സെലക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, ശുപാർശ കമ്മിറ്റി ഉണ്ട്. ഈ ശുപാർശ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ആ രാഷ്ട്രപതി നിയമിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം, എങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. നിയമനം ആരാണ്? രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. എടാ ശ്രദ്ധിച്ചോടെ, മുമ്പ് 5 വർഷം 70 വയസ്സായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 3 വർഷം 70 വയസ്സാണ്, 65 അല്ല കേട്ടോ, 70 വയസ്സാണ്. ഇനി വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കല്ല, കേന്ദ്ര സർക്കാരിനാണ്. മാറിപ്പോകല്ലേ, വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്, പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ആ 6 അംഗങ്ങളിൽ ആരെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവില്ലായ്മ കൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് തോന്നുകയാണെങ്കിൽ രാഷ്ട്രപതി അത് സുപ്രീം കോടതിക്ക് റെഫറൻസ് കൊടുക്കും. സുപ്രീം കോടതി അതിനകത്ത് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി ആ രാഷ്ട്രപതി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിനകത്ത് നീക്കം ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഓർഡർ ഇറക്കി ആ വ്യക്തിയെ നീക്കം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നീക്കം ചെയ്യൽ എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ശുപാർശ കമ്മിറ്റി. ഈ ശുപാർശ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 അംഗങ്ങൾ. അവിടെ നമുക്ക് വീണ്ടും ഒരു 6 എന്നുള്ള 6 എന്നുള്ള നമ്പർ കിട്ടി അല്ലെ. ശുപാർശ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളാണുള്ളത്. സോ അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഏതൊക്കെ അംഗങ്ങൾ ഉണ്ടെന്നുള്ളത്. സോ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. നമ്മൾ ഒരു ടേബിൾ ഇട്ട് കൊടുക്കും അല്ലെ. ടേബിളിനകത്ത് ഒരു സൈഡില് 3 പേര്, ഓക്കെ, അടുത്ത സൈഡില് 3 പേര്. അപ്പൊ ഈ 3 പേരെയും കൂടെ ഇരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരുത്തരെയും കൊടുത്ത് നമ്മളെ ഫ്രണ്ട്സ് ആക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യമേ ഈ ഒരു ശുപാർശ കമ്മിറ്റി ഈ ടീം എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ NHRCയിൽ ആരെയൊക്കെ നിയമിക്കണം എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സോ ഈ ഒരു ശുപാർശ കമ്മിറ്റിയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ആരിരിപ്പുണ്ട്? കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉണ്ട്. ഓക്കെ, പ്രൈം മിനിസ്റ്ററിന്റെ ഫ്രണ്ട് ആണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രി ഇരിപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരിരിപ്പുണ്ട്? ആഭ്യന്തര മന്ത്രി ഉണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ലോക്സഭയിൽ നിന്നുള്ള 2 പേര് മുഖാമുഖം നോക്കിയിരിക്കുന്നു. രാജ്യസഭയിൽ നിന്നുള്ള 2 പേര് മുഖാമുഖം നോക്കിയിരിക്കുന്നു. ലോക്സഭയിൽ നിന്നുള്ളവർ ആരൊക്കെയാണ്? ഒന്ന്, ലോക്സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ലോക്സഭാ സ്പീക്കർ. ആൻഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്.
ഇനി രാജ്യസഭയിലേക്ക് വരാം. രാജ്യസഭയിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. PSC സ്ഥിരം അതുകൊണ്ട് എടുത്തിട്ട് ചോദിക്കാറുണ്ട്. രാജ്യസഭയുടെ അധ്യക്ഷനാണോ അവിടെ ഇരിക്കുന്നത്? അല്ല. എടാ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, ഉപാധ്യക്ഷനാണ് അവിടെ ഇരിക്കുന്നത്. അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അല്ലേ, ആൾക്ക് ഇവിടെ റോൾ ഇല്ല കേട്ടോ. പിന്നെ ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉപാധ്യക്ഷനാണ് ഈ ശുപാർശ കമ്മിറ്റിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ട്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ട്. ലോക്സഭയുടെ സ്പീക്കർ ഇവിടെ ഉണ്ട്. രാജ്യസഭയുടെ ചെയർമാൻ ആണോ? അല്ല, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇരിപ്പുണ്ട്, ആഭ്യന്തരമന്ത്രി ഇരിപ്പുണ്ട്. സെറ്റ് ആണോ? മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫ്രണ്ട്സ് ഓക്കെ, അവര് രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭയുടെ സ്പീക്കറും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും, രാജ്യസഭയുടെ ഉപാധ്യക്ഷനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും. കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്നൊന്ന് പറഞ്ഞേ. യെസ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മള് ഇവിടെ ഇവർക്ക് എന്തുണ്ട്? പുനർനിയമനമുണ്ട്. വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മള് ഈ അംഗങ്ങളുടെ കേസിൽ നിലവിലിരിക്കുന്ന അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ NHRCയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ ശുപാർശ കമ്മിറ്റി നമ്മൾ പഠിച്ചില്ലേ, ആ ശുപാർശ കമ്മിറ്റി എന്ത് ചെയ്യണം? ഈ നിലവിൽ ആ സ്ഥാനത്തിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജി ആയിട്ടോ നിലവിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടോ ഇരിക്കുന്ന ഒരാളെ NHRCയിലേക്ക് നിയമിക്കാൻ പോവുകയാണെങ്കിൽ നിലവിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ആളുമായിട്ട് കൂടിയാലോചിച്ച ശേഷം മാത്രമേ ശുപാർശ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നിലവിൽ ആ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളെ, അതായത് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടോ നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ NHRCയിൽ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശുപാർശ കമ്മിറ്റിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ് അത്? നിലവിലുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച ശേഷം മാത്രമേ നിലവിലുള്ള വ്യക്തികളെ NHRCയിൽ നിയമിക്കാൻ പാടുള്ളൂ. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. പുനർനിയമനമുണ്ട്. എടാ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവര് ഈ NHRCയിലെ അംഗങ്ങളായിട്ട് ഇരുന്നിരിക്കട്ടെ. ഓക്കെ, അംഗങ്ങളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വേറെ ഒരു ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള സ്ഥലങ്ങളിലും പിന്നീട് ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഇരുന്ന ഒരു വ്യക്തി പിന്നീട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ എന്തെങ്കിലും അഴിമതി കാണിക്കുകയോ പിന്നീട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് NHRCക്ക് തന്നെ മൊത്തത്തിൽ ചീത്തപ്പേരായിരിക്കും അല്ലെ. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, ഇവർക്ക് പിന്നീട് മറ്റ് സർക്കാർ, അതിപ്പോ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, ആ ഒരു ഇതിനകത്ത് ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താന്ന് വെച്ചാല് അവർക്ക് എന്തുണ്ട്? പുനർനിയമനമുണ്ട്. അതായത് അവർക്ക് ഇപ്പൊ 3 വർഷം പൂർത്തിയായാലും അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം? അടുത്തൊരു 3 വർഷത്തേക്ക് അവിടെ ആ സ്ഥാനത്ത് തന്നെ വീണ്ടും ഇരിക്കാൻ പറ്റും. വീണ്ടും എന്ത് ചെയ്യാം? ഒരു 3 വർഷത്തേക്ക് ഇരിക്കാം. പക്ഷെ 70 വയസ്സ് പൂർത്തിയായതിനു ശേഷം ആർക്കും പറ്റത്തില്ല. ഈ 70 വയസ്സിനുള്ളിൽ തന്നെ എത്ര തവണ വേണമെങ്കിലും അവർക്ക് ആ സ്ഥാനത്ത് പുനർനിയമനത്തിന് അർഹതയുണ്ട്. വിവരാവകാശ കമ്മീഷന്റെ കേസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കില്ല. ഓക്കെ, പക്ഷെ മനുഷ്യാവകാശത്തിന്റെ കേസിൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ളതായിക്കോട്ടെ സംസ്ഥാന തലത്തിലുള്ളതായിക്കോട്ടെ അവർക്ക് എന്തുണ്ട്? പുനർനിയമനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെ വീണ്ടും ഇരിക്കാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കാലാവധിക്ക് ശേഷം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനെ നമ്മൾ ഇവിടെ സെക്രട്ടറി ജനറൽ എന്നാണ് വിളിക്കുന്നത്. താഴെ പോവുകയാണെങ്കിൽ, സംസ്ഥാന തലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ സെക്രട്ടറി എന്ന് മാത്രമാണ് വിളിക്കുന്നത്. PSCയുടെ ചോദ്യമാണ്. സെക്രട്ടറി ജനറൽ, പിന്നെ വേറെ ഏതൊക്കെ ഓപ്ഷൻ ഇട്ട് ചോദിച്ചു, ഡയറക്ടർ ജനറൽ എന്നൊക്കെ ഓപ്ഷൻ ഇട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെക്രട്ടറി ജനറൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും NHRCയുടെ CEO ആയിട്ട് നിയമിക്കാറുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ NHRCക്ക് എന്തുണ്ട്? അന്വേഷണ വിഭാഗമുണ്ട്. ആ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഓക്കെ, പോലീസിന്റെ ഡയറക്ടർ ജനറൽ റാങ്കിന് താഴെ അല്ലാത്ത ഒരു വ്യക്തിയെ ആയിരിക്കണം ഈ അന്വേഷണ വിഭാഗത്തിന്റെ തലവനായിട്ട് നിയമിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ പുനർനിയമനമുണ്ട്. ആ സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും വേറെ സർക്കാരിന്റെ കൺട്രോളിലുള്ള വേറെ ഒരു സ്ഥാപനത്തിലും ഇരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ, പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനെ സെക്രട്ടറി ജനറൽ എന്നാണ് വിളിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് എന്ന് പറയുന്നത് DGP റാങ്കിന് താഴെ അല്ലാത്ത ഒരു വ്യക്തി ആയിരിക്കണം. ഇനി എന്താണ് ഈ നിയമപ്രകാരം മനുഷ്യാവകാശം എന്ന് ഓർത്ത് വെച്ചിരിക്കുക? മനുഷ്യാവകാശം എന്ന് പറഞ്ഞാല്
കറക്റ്റ് ഡെഫിനിഷൻ നമ്മുടെ നിയമത്തിനകത്ത് പറയുന്ന ഡെഫിനിഷൻ അതേപടി വായിച്ച് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതോ ആയതും ഭാരതത്തിലെ കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും സംബന്ധിച്ച അവകാശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ മനുഷ്യാവകാശം അഥവാ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്, അത് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതാകാം, അത് ഭാരതത്തിലെ കോടതികൾക്ക് നടപ്പിലാക്കാവുന്നതും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സൊക്കെ കാത്തു സൂക്ഷിക്കുന്നതുമായിട്ടുള്ള അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ അതേപടി പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ സായുധ സേനയുടെ കാര്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. സായുധ സേന, ഈ നിയമപ്രകാരം സായുധ സേന എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: വ്യോമസേന, നാവികസേന, കരസേന, ഇവയെല്ലാം. ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ആൻസർ എന്തായിരുന്നു? ഇവയെല്ലാം എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. കാരണം ആംഡ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നാവിക, സൈനിക, വ്യോമസേനകളെ അർത്ഥമാക്കുന്നു. ഓക്കെ, മാത്രമല്ല നമ്മുടെ യൂണിയന്റെ അല്ല, യൂണിയന്റെ ആണ്. യൂണിയൻ നമ്മുടെ സർക്കാർ ഉണ്ടല്ലോ, കേന്ദ്രം ഉണ്ടല്ലോ. അപ്പൊ യൂണിയന്റെ മറ്റ് സായുധ സേനകൾ, ഇനി ഇതല്ലാതെ മറ്റ് സായുധ സേനകൾ ഉണ്ടെങ്കിൽ അതും എന്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? ഈ ഒരു സായുധ സേന എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ സായുധ സേന എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നാവിക, സൈനിക, വ്യോമസേനകളെ അർത്ഥമാക്കുന്നു. കൂടാതെ യൂണിയന്റെ മറ്റു സേനകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ PSC തെറ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാറുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. അതായത് ഇതിന് എന്തുണ്ട്? സ്വമേധയാ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഇപ്പം എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായതായിട്ട് ഇവർക്ക് അറിയുകയാണെങ്കിൽ അവിടെ പരാതി വന്നാലേ ഞങ്ങൾ അന്വേഷണം നടത്തുള്ളൂ എന്നുള്ളൊരു സംഭവം ഇല്ല. അവർക്ക് എന്ത് ചെയ്യാം? സ്വമേധയാ അന്വേഷണം നടത്താം, ജയിലുകൾ സന്ദർശിക്കാം, അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താം. അങ്ങനെ പല റൈറ്റുകളും പല അവകാശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നിയമം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ വേളയിൽ സിവിൽ കോടതിയുടെ അധികാരമാണ്. ഇപ്പൊ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി എന്ന് പറയുന്ന ഒരു കേസ് വരികയാണ്. ആ സമയത്ത് അവർ അന്വേഷണം നടത്തുമല്ലോ. DGP റാങ്കിന് താഴെയല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കും. ആ സമയത്ത് ഇപ്പം കോടതി പറയുന്നത് പോലെ എന്തെങ്കിലും ഹാജരാക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കാൻ ആവശ്യപ്പെടും. ആ സമയത്തെല്ലാം ഒരു കോടതിക്ക് എന്തൊക്കെ അധികാരമുണ്ടോ, ഒരു കേസ് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വിചാരണ സമയത്ത് അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് ഒരു കോടതിക്ക് എന്തൊക്കെ അധികാരമുണ്ടോ സെയിം അധികാരങ്ങൾ ആർക്കും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം. ഓക്കെ, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സർക്കാരിനോട് പറയാം, സർക്കാർ സ്ഥാപനങ്ങളോട് പറയാം, ആ ഒരു റിപ്പോർട്ട് ഇവിടെ ഹാജരാക്കണം, അങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ്? ശിക്ഷാ നടപടികൾ നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. PSC എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാമോ? ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം NHRCക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ശിക്ഷിക്കാനുള്ള അധികാരമില്ല, പകരം ശിക്ഷകൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം. സർക്കാരിനോട് പറയാം, അവർക്ക് ഇന്ന രീതിയിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം, അവരെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടണം എന്നുള്ള രീതിയിൽ ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? NHRCക്കുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചു വെച്ചോണേ, ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ചോദ്യം ചോദിക്കും, NHRC നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള രീതിയിൽ, ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ ചോദിക്കാറുണ്ട്. അതും തെറ്റാണ്. ഇവരുടെ പോക്കറ്റിൽ നിന്നൊന്നും എടുത്ത് കൊടുക്കത്തില്ല. പിന്നെ എന്താണ്? അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയാണ് സാധാരണയായിട്ട് ആര് ചെയ്യുന്നത്? NHRC ചെയ്യുന്നത് കേട്ടോ. ഇടക്കാല ആശ്വാസം നൽകുന്നതിനായിട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? സ്വമേധയാ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. സിവിൽ കോടതിയുടെ അന്വേഷണ വേളയിൽ ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ടായിരിക്കും. അന്വേഷണ വേളയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ശിക്ഷാ നടപടികൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇടക്കാല ആശ്വാസം നൽകുന്നതിനായിട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ഇവരൊന്നും ഡയറക്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കില്ല? NHRCക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? സ്ഥിരം ചോദിക്കുന്നത്, എത്ര തവണ ചോദിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കുറെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? ജസ്റ്റിസ്
രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിലതാരാണ്? ശ്രീ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. നിങ്ങൾ എക്സാമിന് മുമ്പായിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സോ അതൊക്കെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് പഠിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി ചെയർമാനായ മലയാളി, ഓക്കെ, NHRCയുടെ ചെയർമാനായ ഒരു മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ എടുത്തു തരണമെങ്കിൽ അതും പറഞ്ഞോളൂ. അത് നമുക്ക് ചൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് നമുക്ക് ക്ലാസ് എടുത്ത് തരാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ബാച്ചസ്, നമ്മുടെ 10th ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്തു DFA, ബെക്കോ, LDA ആണ് ഇനി 10th ലെവലിൽ വരാൻ പോകുന്നത്. സോ അതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എന്റെ സ്പെഷ്യൽ ബാച്ച് ഈ ഒരു ഒക്ടോബർ ലാസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനകത്തൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണം, എനിക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം. ഞാനായിരിക്കും നിങ്ങളെ മെന്റർഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിന്റെ വെബിനാറും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? കമ്പനി ബോർഡ് LGSന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുറച്ച് വിധം പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. എൻട്രി PSC എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി. സോ അതിനകത്ത് നോട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിന്റെ ക്വിസ് അതിനകത്ത് ഉണ്ടാകും. സോ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. നേരത്തെ ക്വിസ് ഒക്കെ ഒരുപാട് പേര് ഒത്തിരി പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്കിനി അടുത്ത ക്യാപ്സ്യൂളായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.